പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി നജീബ് കാന്തപുരം MLA. പെരിന്തൽമണ്ണയിലെ 8 ഹോസ്പിറ്റലുകളിൽ ഓട്ടോ തൊഴിലാളികൾക്ക് ചികിത്സാ ആനുകൂല്യം ലഭിക്കും. ഏപ്രിൽ 1 മുതൽ ആനുകൂല്യങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നും എല്ലാവർക്കും MLA ഹെൽത്ത് കാർഡ് നൽകുമെന്നും നജീബ് കാന്തപുരം MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറഞ്ഞ ശമ്പളത്തിന് തൊഴിലെടുക്കുന്ന വിഭാഗങ്ങളെ സഹായിക്കാൻ നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ക്രിയ കമ്മ്യൂൺ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് ആരോഗ്യ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഓട്ടോ തൊഴിലാളികൾക്ക് ചികിത്സാ സഹായ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നും മുഴുവൻ ഓട്ടോ തൊഴിലാളികളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും നജീബ് കാന്തപുരം MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപകടത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് അത്തരമൊരു ഇൻഷുറൻസ് പോളിസിയുടെ പ്രൊട്ടക്ഷൻ കൂടി ഉണ്ടാകുന്ന തരത്തിലുള്ള ഈ ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യം ഇനി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് കൂടി ഏർപ്പെടുത്തുകയാണ്. ഏതാണ്ട് 1500-ലേറെ ഓട്ടോ ഡ്രൈവർമാർ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഒരു ധാരണയുള്ളത്. ഈ മുഴുവൻ ഓട്ടോ ഡ്രൈവർമാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, യഥാർത്ഥത്തിൽ ലൈസൻസ് അവർക്ക് നൽകിയ ടാക്സി ഡ്രൈവേഴ്സ് എന്ന നിലക്കാണ്. നമ്മൾ ഓട്ടോ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് ആയി മനസ്സിലാവുക എന്നുള്ളത് കൊണ്ടാണ് ഓട്ടോ ഡ്രൈവർമാർക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാകുന്നത്. ഇത് വ്യക്തിഗതമായിട്ടുള്ള ഇൻഷുറൻസും ഹെൽത്ത് കാർഡുമാണ്, കുടുംബങ്ങൾക്കല്ല വ്യക്തികൾക്കാണ്. അപ്പോൾ പുതുതായി ഏതാണ്ട് 1500-ഓളം ആളുകളിലേക്ക് കൂടി ഈ ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യം ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കിംസ് അൽഷിഫ, മൗലാന, MES മെഡിക്കൽ കോളേജ്, രാംദാസ്, അസെറ്റ്, BKCC, എൻഡോഡയബ്, ക്രാഫ്റ്റ് എന്നീ 8 ഹോസ്പിറ്റലുകളുമായി സഹകരിച്ചാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത്. അപേക്ഷ നൽകുന്ന മുഴുവൻ ഓട്ടോ തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നൽകും. MLA ഓഫീസിൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. ഏപ്രിൽ 1 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഇവരൊക്കെ ഓരോ വ്യക്തികൾ ഓടിയാണ് ഒരു കുടുംബം പുലർത്തുന്നത്. ഒരു ദിവസം അവരുടെ ഒരു ജോലി മുടങ്ങുന്ന ഒരു ചെറിയ അസുഖം ഉണ്ടായാൽ പോലും അവർക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്ര ദുർബലമായ സാമ്പത്തിക സാഹചര്യത്തിലൂടെയാണ് അവരെല്ലാവരും പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള നിലയിൽ ഈ ഒരു ആനുകൂല്യത്തിന് അവരെ കൂടി ഉൾപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, ഇന്ന് മുതൽ ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ പെരിന്തൽമണ്ണ MLA ഓഫീസിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ഉണ്ടാവുക. അവരുടെ സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് എവിടെയാണെന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ സ്വാഭാവികമായിട്ടും പെരിന്തൽമണ്ണയിലെ ഒരു ഓട്ടോ ഡ്രൈവർ ജോലി ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്ത പരിസര പ്രദേശത്താണെങ്കിലും അവർക്ക് ആനുകൂല്യം ലഭ്യമാകും. അതുപോലെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ജോലി ചെയ്യുന്ന സ്റ്റാൻഡ് നമ്മുടെ പെരിന്തൽമണ്ണയിലാണെങ്കിൽ അവർക്കും ഈ ആനുകൂല്യം ലഭ്യമാകും. അപ്പോൾ ആ നിലയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്ത ഏപ്രിൽ 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം 1-ാം തീയതി മുതൽ ഇവർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന തരത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും. 3 വർഷം മുൻപാണ് MLAയുടെ നേതൃത്വത്തിൽ ക്രിയ കമ്മ്യൂൺ പദ്ധതി ആരംഭിച്ചത്. അംഗൻവാടി പ്രവർത്തകർ, ആശാ വർക്കർമാർ, ജീവനം പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആംബുലൻസ് ഡ്രൈവർമാർ, കെയർ വോളണ്ടിയർമാർ, വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിൽ നിലവിലുണ്ടായിരുന്നത്. ഓട്ടോ തൊഴിലാളികളെ കൂടി ചേർക്കുന്നതോടെ ക്രിയ കമ്മ്യൂൺ പദ്ധതിയിൽ ആളുകളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് MLA പറഞ്ഞു. നമ്മളുടെ നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജീവനക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഒരു പിന്തുണയായി മാറുന്നതിനും വേണ്ടിയുള്ള MLA ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് 2 വർഷമായി നമ്മൾ ഏതാണ്ട് 1100-ലേറെ വനിതകൾക്ക്, അതുപോലെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡിന്റെ ആനുകൂല്യങ്ങൾ നൽകി വരികയാണ്. നമ്മുടെ പെരിന്തൽമണ്ണയിലെ 8 ഹോസ്പിറ്റലുകൾ ചേർന്നാണ് ആ പ്രോജക്റ്റിന് പിന്തുണ നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ, പരിരക്ഷാ വളണ്ടിയർമാർ, ഹരിതകർമ്മ
സേന അംഗങ്ങൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ആംബുലൻസ് ഡ്രൈവർമാർ, ട്രോമ കെയർ വളണ്ടിയർമാർ ഇങ്ങനെ. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജനറൽ സെക്രട്ടറി S അബ്ദുൽ സലാം, സെക്രട്ടറി തെക്കത്ത് ഉസ്മാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.